BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഞങ്ങൾ നേരത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തി പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം 2010 തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. 7 ജില്ലകളിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിലയിരുത്തൽ അതാണ്. നാളെ നടക്കാൻ പോകുന്ന 7 ജില്ലകളിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിനനുസരിച്ചുള്ള ഒരുപാട് രാഷ്ട്രീയ സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത് പാർട്ടി APCC മിഷൻ 2025 അത് ഒരു വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ, സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഘടനാപരമായ കെട്ടുറപ്പും UDF മുന്നണി സംവിധാനം എന്നുള്ള നിലയ്ക്കുള്ള കെട്ടുറപ്പും അതോടൊപ്പം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരവും ഒരുമിച്ച് ചേർന്ന് ഒരു നല്ല റിസൾട്ട് ഈ 13-ാം തീയതി UDF-ന് അനുകൂലമായിട്ടുണ്ടാകും. ഇന്നലെ ഒരു ഘട്ടം കഴിഞ്ഞു, നാളെ ഒരു ഘട്ടമാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് കുറേ മുമ്പേ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം. ഞങ്ങളൊരു ആവർത്തിയല്ല, പല ആവർത്തി അതിന് ഉത്തരം പറഞ്ഞാണ്. ഒന്നാമത് അത്തരം ചോദ്യങ്ങൾക്ക് CPM-ന് അത്തരം ചോദ്യം ചോദിക്കാനുള്ള യാതൊരു ധാർമ്മികതയില്ല. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഈ കോവിഡ് കാലത്തുണ്ടായിരുന്നേക്കാൾ 3% പോളിംഗ് കുറവാണുണ്ടായിരുന്നു. കോവിഡ് ഉണ്ടായിട്ട് പോലും 23% അധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ 70%. ഇന്നലെ അത് പ്രത്യേകം ആലോചിച്ചിരുന്നു. പക്ഷേ എല്ലാ ജില്ലകളിലും അതിന് ഫൈനൽ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എത്ര ശതമാനം കുറഞ്ഞു എന്നുള്ളത് അത് പൊതുവായിട്ട് എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ചെറിയ കുറവൊന്നും UDF-നെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അങ്ങനെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ സാധാരണ പോളിംഗ് ശതമാനം ശക്തമായ ഒരു ഭരണവികാരമൊക്കെ ഉണ്ടെങ്കിൽ പോളിംഗ് ശതമാനം ഉയരേണ്ടതാണല്ലോ. അത്തരമൊരു സാഹചര്യം ഇല്ലാന്നതാണ്. അല്ല, അതൊക്കെ പരിശോധിച്ചെങ്കിൽ പറയാൻ പറ്റും. രണ്ട് രീതിയിലാവാം. ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനുള്ള മടുപ്പാവാം. CPM-ൻ്റെ പ്രവർത്തകർ ചിലപ്പോൾ മാറിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഈ സാഹചര്യം പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. വയനാട് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതാണ്. ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചതിനേക്കാൾ പോളിംഗ് ശതമാനം കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വിലയിരുത്തിയെന്ന് പോളിംഗ് ശതമാനം കുറയുമ്പോൾ ഇതുപോലെ UDF-ൻ്റെ വോട്ട് കുറയും, ഭൂരിപക്ഷം 2 ലക്ഷത്തിൽ താഴെയാവും എന്നുള്ള വിലയിരുത്തലൊക്കെ ആയിരുന്നല്ലോ. 4 ലക്ഷത്തിൽ കൂടുതലാണല്ലോ ഭൂരിപക്ഷം ഉണ്ടായത്. അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറയുന്നതുകൊണ്ട് അത് UDF-ന് എതിരാകും എന്ന് പറയേണ്ട സാഹചര്യമില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞാലും UDF-ൻ്റെ വിജയസാധ്യത കൂടുതലാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.